ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധമായ 50 നോമ്പിൻ്റെ കാലയളവിൽ നാം നടത്തുന്ന ഏറ്റവും വലിയ തീർത്ഥാടനം നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ്. നോമ്പിൻ്റെ ചൈതന്യം എന്നത് കേവലം ഭക്ഷണം വർജിക്കുക മാത്രമല്ല, മറിച്ച് പ്രാർത്ഥനയിലൂടെ ദൈവവുമായി നടത്തുന്ന ആഴമേറിയ സംഗമമാണ്. പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധ മദർ തെരേസ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനയുടെ ഫലം വിശ്വാസമാണ്, വിശ്വാസത്തിൻ്റെ ഫലം സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ ഫലം സേവനമാണ്. നമ്മുടെ ഈ നോമ്പുകാലത്തെ മരുഭൂമി അനുഭവങ്ങളെ അർത്ഥപൂർണമാക്കുന്നത് പ്രാർത്ഥനയാണ്. ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിന് മുമ്പ് മരുഭൂമിയിൽ ചിലവഴിച്ച സമയം മുഴുവൻ പിതാവായ ദൈവത്തോടുള്ള നിരന്തരമായ പ്രാർത്ഥനയിലായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്നത് ചില യാന്ത്രികമായ വാക്കുകളല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള ഹൃദയത്തിൻ്റെ നിശബ്ദതയാണ്. നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും ദൈവകൃപയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന നിമിഷങ്ങളാണവ. പ്രാർത്ഥനയില്ലാത്ത നോമ്പ് വെറുമൊരു അനുഷ്ഠാനം മാത്രമായി മാറും. എന്നാൽ പ്രാർത്ഥനയോട് ചേർന്നുള്ള നോമ്പ് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും ഉദ്ധിതനായ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമ്മുടെ പ്രാർത്ഥനകൾ കേവലം അപേക്ഷകളാകാതെ ദൈവഹിതത്തിന് മുൻപിലുള്ള പൂർണ്ണമായ സമർപ്പണമാക്കി മാറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം.